നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 4 മണിയായപ്പോൾ വേദയെ സ്കൂളിൽ കൊണ്ടുവിട്ടു. 3:45 വേദയെ സ്കൂളിൽ വിട്ടു. കറക്റ്റ് 4 മണിയായപ്പോൾ അവർ സ്കൂളിൽ നിന്ന് തിരിച്ചു. വേദയ്ക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് വണ്ടർലാ ട്രിപ്പുണ്ട്. അപ്പോൾ വേദ പോയതിൻ്റെ പിറകെ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ടു എറണാകുളം. വേദയും എറണാകുളം, നമ്മളും എറണാകുളം. നമ്മളിപ്പോൾ ഓച്ചിറ അമ്പലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ആയില്ലല്ലേ, അപ്പോൾ ഒന്ന് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോകാമെന്നും പറഞ്ഞ് മണ്ണാറശാല കയറി. മണ്ണാറശാലയിൽ ഓച്ചിറ അമ്പലത്തിൽ കയറി. അങ്ങനെ ഭഗവാനെല്ലാം കണ്ടിട്ട് ഇതേ നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു. എറണാകുളത്തേക്ക് എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് ഡ്രസ്സ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഡീലറുമായിട്ട് സംസാരിച്ചപ്പോൾ എറണാകുളത്ത് അവർക്കൊരു ഡീലറുമായിട്ട് ഒരു പരിചയമുണ്ട്. ഒന്ന് അവിടെ പോയി നോക്കൂ, നമുക്ക് പോയി ബാംഗ്ലൂർ എപ്പോഴും പോയി എടുക്കുന്ന കാര്യം പ്രാക്ടിക്കൽ അല്ലല്ലോ, അപ്പോൾ ഒന്ന് എറണാകുളം പോയി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എറണാകുളം കുറച്ചുകൂടെ അടുത്തായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വരാം. എന്തായാലും വേറെ തിരിച്ച് വീട് എത്തുമ്പോൾ 12:30 മണിയാവും എന്നാണ് മെസ്സേജ് ഉള്ളത്. അപ്പോൾ പിന്നെ എന്തായാലും വേറെ എത്തുമ്പോൾ നമ്മളും എത്തും എന്നുള്ള രീതിയിൽ രാവിലെ തന്നെ നമ്മളും തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എറണാകുളത്തേക്ക് പോവാം. ഇനിയൊരു ചായ കുടി. രാവിലെ 4 മണിക്ക് ഇറങ്ങിയതാണ്, ചായ ഒന്നും കുടിച്ചില്ല. അമ്പലത്തിൽ കയറിയിട്ട് കുടിക്കാൻ മതി. ഇനിയൊരു ചായ കുടി. ഇതാട്ടോ ഓച്ചിറ അമ്പലം. ഇവിടെ മേൽക്കൂരയില്ലാത്ത പ്രതിഷ്ഠയാണ്. അതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ, പരമശിവൻ. ഓക്കെ, ഇനി നമുക്ക് നേരെ എറണാകുളം വേറെ വീടെത്തുമ്പോൾ നമ്മളും എത്തണം. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചായ കുടിക്കുന്ന ഒരു കട ഉണ്ട്. അപ്പം എനിക്ക് ചായ കുടിച്ചിട്ട് പോകാം. ഇനി അതിനായിട്ടൊരു സ്ഥലത്ത് നിർത്തണ്ടല്ലോ, ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ നടക്കുമായിരുന്നല്ലോ. അതിനകത്താക്കിയില്ലേ, നിറയെ കാളയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വേണ്ട എന്തോന്ന് കേന്ദ്രം, നന്ദികേശ്വര. ഒരുപാടുണ്ടാ? നേർച്ചയായിട്ട് കൊണ്ടുവിടണേണോ? ആണോ? അല്ലെങ്കിൽ വീട്ടിലിട്ടുന്ന ചായക്കട്ടി പുറത്തുനിന്ന് കിട്ടുന്ന ചായക്ക് ടേസ്റ്റ് കൂടുതലാണ്. നമ്മൾ ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ ആലപ്പുഴ ജസ്റ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറിയിരിക്കുകയാണ്. ആർത്തുങ്കൽ ആ ചർച്ചിൻ്റെ അതുവഴിയാട്ടോ പോകണം. അന്ന് നമ്മൾ പോയില്ലേ, അതേ സെയിം ആ റൂട്ടല്ല, പക്ഷെ ചർച്ചിൻ്റെ ആർത്തുങ്കൽ റോഡൊന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അന്ന് പോയത് ചേർത്തല എത്തുന്നതിന് മുന്നേ തിരിഞ്ഞിട്ടാണ് പോയത്. ഇത് ആലപ്പുഴ കഴിഞ്ഞ ഉടനെ നമ്മൾ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ലെവൽ ക്രോസ് കേട്ടോ, അങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാണ് ട്രെയിൻ പോകാനായിട്ട്. ട്രെയിൻ പോകുന്നു. ഏത് എക്സ്പ്രസ്? മാവേലിയൊന്നുമില്ല, ഏതോ ട്രെയിൻ ഇതാ പോകുന്നു കേട്ടോ. ചേർത്തല വഴി പാസ് ചെയ്തു, ചേർത്തലല്ല ആലപ്പുഴ വഴി പാസ് ചെയ്ത് പോകുന്നു. അത് പോയാൽ അത് ഓപ്പൺ ചെയ്യും, എങ്കിൽ നമുക്ക് പോവാം. പോയി കഴിഞ്ഞു. നമ്മൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കടയിൽ കയറി. അപ്പം ആ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് കയറിയിട്ട് കഴിക്കാൻ മതി. അപ്പം ചിലപ്പോൾ നല്ല നാടൻ ഭക്ഷണം കിട്ടിയാലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു സ്വീറ്റി ഫുഡ് കോർട്ടിലേക്ക് കയറുകയാണ്. പൊറോട്ടയും മുട്ടക്കറിയും ഇടിയപ്പവും വെജിറ്റബിൾ കറിയുണ്ട്. പൊറോട്ടയും മുട്ടക്കറിയും നമ്മൾ പറഞ്ഞ് വലിയ പൊറോട്ട. ചൂടൊക്കെ ചൂടുണ്ട്. സൺഡേയിലെ ബിരിയാണി മുട്ടക്കറി കൊള്ളാൻ തോന്നുന്നു. ഒന്ന് കോഫി ഹൗസിൽ നിന്ന് കഴിച്ചാൽ കാട്ടി കൊള്ളാം. നമ്മൾ 10 മണിയായി. ഓൾമോസ്റ്റ് എറണാകുളം എത്തിയല്ലേ. എറണാകുളം എത്തി. നമ്മുടെ ലൊക്കേഷൻ ഇനി ഒരു അരമണിക്കൂറൂടെ കാണിക്കുന്നു. എവിടെയാണല്ലോ, എനിക്ക് കറക്റ്റ് സ്ഥലം പറയാൻ അറിയില്ല. ലൊക്കേഷൻ ഇട്ടു, ലൊക്കേഷൻ നോക്കി പോകുന്നുണ്ട്. എറണാകുളം ഭയങ്കര ശൂന്യമായിട്ട് കിടക്കണം. വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ
ട്രിവാൻഡ്രത്തിൽ ഇത്ര പോലും തിരക്ക് കാണാനില്ല. 10:15 സമയമാണ്. അങ്ങനെ നമ്മൾ എറണാകുളം എത്തി. ഇവിടെ ആക്ച്വലി കാർ പാർക്കിങ്ങിന് പോലും സ്ഥലമില്ല കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തെ ചാല മാർക്കറ്റ് പോലൊരു ഒരു ഒരു എന്താണ് ഒരു ബിസി സ്ട്രീറ്റിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കറങ്ങിത്തിരിഞ്ഞ് അവസാനം കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്ന് കാറെല്ലാം കൊണ്ടുകെട്ടിയിട്ട് കട അന്വേഷിച്ച് നടക്കുക കേട്ടോ. നമ്മുടെ ചാല മാർക്കറ്റ് പോലെ തന്നെയാണ്. ഇതെന്തോ കോൺവെൻറ്റ് റോഡെന്ന് പറയുന്ന ആ ഒരു റോഡാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി നമ്മൾ മുന്നേ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബിരിയാണി ഷോപ്പുണ്ട്. അവിടെ ബിരിയാണി കഴിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് മനസ്സിലാവുന്ന ആ സ്ഥലമാണ് ഈ സ്ഥലം എന്നുള്ളത്. അപ്പോൾ വന്നപ്പോൾ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ ബഡ്ജറ്റ് കുറച്ച് കൂടുതൽ, ശകലം ഒന്ന് കൂടുതൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു. സാധനങ്ങളും അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമ്മൾ പിന്നെ ബാംഗ്ലൂർ പോയി എടുക്കുന്നതിൻ്റെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഇവിടെ നിറയെ ഷോപ്സ് ഉണ്ട് കേട്ടോ. കയറി ഇറങ്ങി നോക്കാനായിട്ടൊക്കെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ അങ്ങനെ കയറി ഇറങ്ങി നടക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് വേദ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ രാത്രി 12 മണിക്കാണ് വേദ വീടെത്തുന്നത്. ആ സമയം നമുക്ക് എത്തണം. അപ്പോൾ കയറി ഇറങ്ങിയൊക്കെ നടന്നാൽ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഈ ഒരു കടയിൽ മാത്രം വന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. പക്ഷേ അത്യാവശ്യം ഉള്ള കളക്ഷൻസിൽ നിന്ന് ഏറ്റവും നല്ല സാരീസ് നോക്കി ഞാൻ കുറച്ചെടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സാരീസ് അതിലുണ്ടായിരുന്നു. വില കുറച്ച് കത്തിയൊക്കെ ആയതുകൊണ്ട് അത്രയും ഇഷ്ടപ്പെട്ടതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ടൈപ്പിലുള്ള അത്യാവശ്യം നല്ല സാരീസൊക്കെ എടുത്തു കേട്ടോ. ഇതൊക്കെ എന്ത് രസമുള്ള കളർ കോമ്പിനേഷനാണ് നോക്കി. യെല്ലോ ബ്ലാക്ക് കളർ കോമ്പിനേഷൻ. അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. തീരെ മോശമൊന്നും ഞാൻ പറയുന്നില്ല. വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നോക്കിയാൽ നല്ല പട്ട് സാരികളൊക്കെ, ഒരുപാട് പേര് പട്ട് സാരികളൊക്കെ അന്വേഷിക്കുന്നത് കൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് പട്ട് സാരികളൊക്കെ എടുത്തു. നമ്മുടെ ചെട്ടിനാട് സാരിയിൽ ഇനി ഒരു 3-4 സാരി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് പട്ട് സാരികളൊക്കെ എടുക്കാമെന്ന് കരുതി. എപ്പോഴും ചെട്ടിനാട് സാരി തന്നെ കൊണ്ടുവന്നാൽ ഒരു സുഖമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരു ചേഞ്ച് എപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കില്ല, അങ്ങനെ കൊണ്ടുവന്നതാണ്. ഇത് ടിഷ്യൂ സിൽക്കിലുള്ള സാരിയാണ്. ഇതിൻ്റെയും കുറച്ചെടുത്ത് കേട്ടോ. പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ. സാരീസ് ആയാലും മെറ്റീരിയൽസ് ആയാലും ചുരിദാറായാലും കോട്ട് സെറ്റ് ആയാലും എല്ലാമൊക്കെ ഉണ്ട്. പക്ഷെ കുറേ നമ്മൾ തപ്പിക്കണ്ട് പിടിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ടേസ്റ്റിന് എടുക്കണം. അതിപ്പോൾ ഇവിടെ നിന്നല്ല, ബാംഗ്ലൂർ പോയാലും എവിടെ ആയാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഈ ഫോട്ടോയിൽ കണ്ടിട്ട് വരുത്തിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ കാണുന്ന സാധനം ആയിരിക്കില്ല ആ ഭംഗി ചിലപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് പോയി എടുക്കാമെന്നുള്ളൊരു തീരുമാനം തന്നെ. ഏറ്റവും ബെസ്റ്റ് എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കണമെന്നൊരു ചെറിയ ആഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് ഈ പോയി എടുക്കൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എറണാകുളം കുഴപ്പമില്ല. ചിലപ്പോൾ മേ ബി എനിക്ക് കുഴപ്പമില്ലാത്ത പോലെ തോന്നി കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ മേ ബി നമ്മൾ ഇനിയും ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും എടുക്കുന്നത്. നമ്മളൊരു പർച്ചേസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ അൽസാജ് കിച്ചണിൽ നിന്ന് നമ്മുടെ കല്യാണ ബിരിയാണി കഴിക്കാൻ പെൻഡിങ് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് മാപ്പ് ഇട്ടപ്പോൾ വളരെ അടുത്താണ്. എത്ര 15 മിനിറ്റ്, 6 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ പോയി എന്തായാലും കല്യാണ ബിരിയാണി കൂടി കഴിച്ചിട്ട് വരാമെന്ന് കരുതി. പിന്നെ ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കുന്നത് അത്ര ചീപ്പായിട്ടാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കളക്ഷൻസ് ഓക്കെ അത്ര തന്നെ. ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ബാംഗ്ലൂരിൽ നിന്നൊക്കെ എടുക്കുന്ന അത്രയും ചീപ്പായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അൽസാജ് കിച്ചണിൽ പോയി കല്യാണ ബിരിയാണി കഴിക്കാം. നമ്മൾ അൽസാജ് കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇവർക്ക് 2-3 ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. അതിലൊരു ബ്രാഞ്ചിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തിക്കണം. എത്ര കാറിന് പാർക്ക് ചെയ്യാൻ നോക്കുക, അയാൾ കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് നിർത്തിക്കണം. ചോദിച്ചപ്പോൾ പറയണ ഇവിടെ പാർക്കിംഗ് ഇല്ല, അയാളെ വണ്ടിക്ക് മാത്രമേ പാർക്കിംഗ് ഉള്ളൂ. നല്ല തിരക്കുണ്ട്. മുകളിൽ സീറ്റുണ്ട്, മുകളിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോവാം. മുകളിൽ AC ആണല്ലേ. കൈ കഴുകിയിട്ട് വരാം. ഇവിടെ ഇനി കല്യാണ ബിരിയാണി ഉണ്ടോയെന്ന് അറിയില്ല, നല്ല തിരക്കുണ്ട്. അന്ന് നമ്മളൊരു 4 മണിക്കൊക്കെ വന്നപ്പോഴും കല്യാണ ബിരിയാണി ഉണ്ടായിരുന്നു. ചൂടെടുക്കുന്നു. ഫിഷ് കറി, മീൻസിൻ്റെ ചട്ടിച്ചോറ്, ബീഫ് ചട്ടിച്ചോറ്, ഫിഷ് ചട്ടിച്ചോറ്, റൈസ്, ഗീ റൈസ്, മന്തി റൈസ്, വൈറ്റ് റൈസ്, കേർഡ് റൈസ്, വെജ് റൈസ്, അൽസാജ് പ്ലേറ്റ്, പോത്തും കാല്, ഒക്ടോപ്പസ് തവ ഫ്രൈ, കല്യാണ ചോറ്, പാൽക്കപ്പ, ഒരു കല്യാണ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചാലോ.
ചിക്കൻ കൊത്ത്, കിഴി പൊറോട്ട, ബീഫ് കിഴി പൊറോട്ട, ചിക്കൻ ഉള്ളിയും മുളകും ഇതൊക്കെയാണ്. എന്തോന്നാവട്ടെ അതെന്തോന്നോട്ട് ബിരിയാണി തന്നെയാണ്. ബിരിയാണി എന്താണ്? കല്യാണ ചോറ് എന്താണ്? ഉണ്ടോ? എത്ര എൻ്റെ റേറ്റ്? ഒരു കല്യാണ ചോറും ഒരു ചിക്കൻ. വേറെ എന്താ ഇവിടുത്തെ സ്പെഷ്യല്? ഫിഷ് വേണ്ട, ഒരു ചിക്കൻ ബിരിയാണി മതി. ചിക്കൻ ബിരിയാണി മതി. ഇത് മതി. വേണ്ട, ഒരു ചിക്കൻ ബിരിയാണിയും ഒരു കല്യാണ ചോറും മതി. കല്യാണ ചോറില്ല. അപ്പം എങ്കേട്ടൻ പറഞ്ഞു ഒരു ബീഫ് ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. കല്യാണ ചോറും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് ചിക്കൻ ബിരിയാണി ഇല്ല, ബീഫ് ബിരിയാണി ഇല്ല എന്ന്. പിന്നെ ചപ്പാത്തിയും ബീഫ് റോസ്റ്റും ആക്കി ഞാനൊരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. വെറുതെ അവിടെ നിന്ന് ഏറ്റവും വരെ വന്നിട്ട് അന്ന് വൈകിട്ട് 4 മണിക്ക് വന്നപ്പോഴും കല്യാണ ചോറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 മണി ആവുന്നതേ ഉള്ളൂ. എന്നിട്ട് കല്യാണ ചോറില്ല ഒന്നുമുണ്ട്. തൊട്ട് പോകുന്ന വഴിക്ക് അരിപ്പ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അത്ര ഫാസ്റ്റാണ്. ബിരിയാണി നല്ല മസാലയൊക്കെ ഉണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കൊള്ളാം കേട്ടോ, നല്ല ബിരിയാണി, നല്ല മസാലയൊക്കെ ഉള്ള ബിരിയാണി. ബീഫ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞു ബീഫ് റോസ്റ്റ് വേണ്ട, പോത്ത് റോസ്റ്റ് മതിയെന്ന്. ഇവിടെ പോത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. ബീഫും കൊള്ളാം കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ വയ്ക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. പോത്ത് തന്നെയാണെന്ന് തോന്നുന്നു, ബീഫല്ല പോത്ത്. ട്രിവാൻഡ്രത്ത് പോത്തും ബീഫും വേറെ വേറെയാണേ. ബിരിയാണി കഴിച്ചു. അന്ന് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. ഇന്ന് ഓക്കെ, കൊള്ളാം, അത്രയേ ഉള്ളൂ. അന്ന് ആക്രാന്തത്തോടെ വളരെ സ്വാദോടുകൂടി കഴിക്കാൻ പറ്റാത്തതിൽ വിഷമമായിരുന്നു. അങ്ങനെയാണ് ഇന്നും വന്നത്. പക്ഷെ ഇന്നത്തെ ഫുഡ് ഓക്കെ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ഹൈപ്പ് പറയാനായിട്ടാ. ബിരിയാണി ഇല്ലായിരുന്നു, ബീഫൊക്കെ ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നേരെ ട്രിവാൻഡ്രം വിടുകയാണ്. വേദ അവിടെ അടിച്ച് മറിയുകയാണ് കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ഒക്കെ ഇരിക്കുകയാണ്. അവർ 6 മണിക്കെന്തോ തിരിക്കത്തുള്ളൂ. ഇതിപ്പോൾ നമ്മളൊരു 2:30 മണിയായി ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 8-9 മണിയൊക്കെ ആകുമ്പോൾ എത്തും. ഉച്ച ഭക്ഷണം കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങി എണീറ്റപ്പോഴേക്കും ആലപ്പുഴയൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ എവിടെ എത്തി എന്താ ആലപ്പുഴ കഴിഞ്ഞു. ഇനി അടുത്തൊരു ചായ കുടി വരാകുമ്പോൾ ഓക്കെ. വൈകുന്നേരത്തെ മീൻ എല്ലാവരും കൊണ്ടുവന്ന് വയ്ക്കുകയാണ് കേട്ടോ. ഐസൊക്കെ കൊണ്ടുവന്ന് എൻ്റെ മുകളിലൊക്കെ ഇടുന്നു. വാള മീനൊക്കെ ഇരിപ്പുണ്ട് ഇവിടെയൊക്കെ. ഓക്കെ, മീൻ മുന്നേ ഇവിടെയൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഈ ഒരു ചേട്ടനെ മാത്രമേ കണ്ടുള്ളൂ. 3000 എത്ര വരും? ഇത് എത്ര കിലോ? ഇത് എത്ര കിലോ വരും? 2 കിലോ 800 രൂപ. കമ്പനിക്കാർ 200 രൂപ എടുത്ത് വെച്ചിട്ടുണ്ട്. കരിമീൻ എത്ര കിലോ? കരിമീൻ കിലോ 500. അവിടെ 450. അയ്യോ, കായലിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന പെടയ്ക്കോ അത്? അവിടെ കായലിൽ ഒരെണ്ണം 1/2 കിലോ ഊങ്ങുന്ന കരിമീൻ. ചെറുതില്ല, വലിയ മീൻ തന്നെ വെച്ചിരിക്കും. കൊണ്ടെടുക്കാനോ വലിയ കവറൊക്കെ കവറൊക്കെ പാക്ക് ചെയ്ത് മോൻ്റെ ഒന്നും ഇത് വില അറിയാതെ ചോദിക്കത്തില്ല. അന്നേരം പാക്ക് ചെയ്യാൻ പറയാം. കടലൊക്കെ 1200 1300 രൂപ. അതായത് ഇതുപോലത്തെ സാധനം ഇതേ ഒരെണ്ണം ഉണ്ട്, ബാക്കി ഇത് കൗണ്ടാ. വേണ്ട. ശരിക്കും പറഞ്ഞാല് മീന് വെറുതെ നോക്കാൻ ഇറങ്ങിയത് ഏട്ടൻ. എന്തായാലും നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വേണ്ട എത്തുമ്പോഴേക്കും മീനിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ ഏട്ടൻ പുതിയ വണ്ടി ആയതുകൊണ്ട് ഒട്ടും കയറ്റില്ല. ബലേനെ തന്നെ ഇപ്പോഴാണ് കുറച്ച് കയറ്റി തുടങ്ങിയത് കേട്ടോ. അതുകൊണ്ട് വണ്ടിയിൽ നിന്ന് മീൻ, ഇറച്ചി ഈ വക സാധനങ്ങൾ കയറ്റില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് എന്തായാലും വാങ്ങിക്കില്ല. ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ ചേട്ടൻ പിന്നെ നമ്മളെ വാങ്ങിപ്പിക്കാതെ വിടൂല. ആദ്യം 3000 പറഞ്ഞ്, പിന്നെ 2500 പറഞ്ഞ്, പിന്നെ 2000 രൂപ പറഞ്ഞ്. ഒന്നും നമ്മൾ പിടിച്ചിരുന്നെങ്കിൽ 1000 രൂപയ്ക്ക് കിട്ടിയാന്. പിന്നെ ഫ്രഷ് ആണോ എന്നും നമുക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിയില്ല. അതുകൊണ്ടല്ല വാങ്ങാത്തത്. ഇവിടെ നിന്ന് എന്തായാലും ഇത്ര ഫ്രഷ് സാധനം വാങ്ങിച്ച് ട്രിവാൻഡ്രം എത്തുമ്പോഴേക്കും അതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും. അതുകൊണ്ട് പിന്നെ വാങ്ങിക്കാത്തത്. പണ്ട് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ വാങ്ങിക്കുന്നത് ഐസൊക്കെ ഇട്ട് വാങ്ങിക്കും. ഇത് ഐസും കീസും ഒന്നുമില്ല. അപ്പം പിന്നെ പറഞ്ഞാ കവറിൽ നല്ലപോലെ പാക്ക് ചെയ്ത് തരാന്നാണ് പറഞ്ഞത്. എന്താ അതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിയില്ല കേട്ടോ. ഇനി ഒരു ചായക്കട നോക്കി നമ്മൾ ട്രിവാൻഡ്രം എത്താറ്. ചായക്കടയിലൊന്നുമില്ല. എറണാകുളത്ത് നിന്ന് ഓച്ചിറ വരെ എത്തി. സമയം 5:30. ഇതുവരെ ഒരു ചായ കുടിക്കാൻ കട ഉണ്ടായിരുന്നു. പക്ഷെ ഫുൾ പൊടിയൊക്കെ ആയതുകൊണ്ട് അവിടെ എങ്ങും നിർത്തിയില്ല. പോണ വഴിക്കെങ്കിലും ഒരു കട കണ്ടിരുന്നെങ്കിൽ. അവസാനം ഓച്ചിറ കഴിഞ്ഞതും ഞാനൊരു ചായക്കട കണ്ടുപിടിച്ചു. ചായക്കട ഉണ്ടായിരുന്നു. ഈ റോഡ് പണി നടക്കുന്നുണ്ട്, ഭയങ്കര പൊടി. ഇവിടെയും പൊടിയുണ്ട്. പക്ഷെ ഒരു ചായ കുടിച്ചേക്കാന്ന് വരും. വേണ്ട വേണ്ട. ഒരു ചമ്മന്തി ഉണ്ടോ? സോസ് അല്ലേ ചേച്ചി വേണോന്ന് ചോദിച്ചത്? ഇതെന്തോന്നാണ്? ചമ്മന്തി ചോദിച്ചാൽ മതി. വേണ്ട വേണ്ട. ചായയിലും മധുരം ഇടാം. കോളിഫ്ലവർ ഫ്രൈയും ചായയും. ചുറ്റിങ് ഇരിക്കണമൊക്കെ ഞാൻ വീഡിയോ എടുക്കണോണ്ടാണ്. മുളക് ബജിയും ചായയും വടയും ഒന്നും കൊള്ളൂലായിരുന്നു കേട്ടോ. വടയല്ല, കോളിഫ്ലവർ പിന്നെ വാങ്ങിച്ച് വച്ച് പോയി കഴിക്കണമല്ലോ എന്ന് കരുതിയാണ് കഴിച്ചത്. ഞാൻ ഫുള്ള് കഴിച്ചില്ല. ചേച്ചി ഭയങ്കര മൂടാട്ടോ, ഒരു സ്നേഹമില്ലാത്തൊരു ചേച്ചി. ഞാൻ ഒരെണ്ണം ചായ, ഒരു ബജ്ജി, പിന്നെ കോളിഫ്ലവർ ഇതും കൂടെയാണ് വാങ്ങിയത്. ഇത്ര രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ 110 രൂപയായുള്ളൂ. 2 പൊറോട്ട, മുട്ടക്കറി, 4 പൊറോട്ട, 2 മുട്ടക്കറി, ഒരു വടയൊക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോഴും 110 രൂപയായുള്ളൂ. ഇപ്പം ചായയും വടയും കഴിച്ചപ്പോൾ 100 രൂപയായി ഗൈസ്. അതിനുള്ള ടേസ്റ്റ് ഉണ്ടോ? അതിന് 4 സ്റ്റാർ ഹോട്ടലാണോ 5 സ്റ്റാർ ഹോട്ടലാണോ ഒന്നുമല്ല. ഓക്കെ, ചായയുടെ കാര്യം ആ ഒരു ഇത് പോയി കേട്ടോ. ഒരു സുഖം കിട്ടിയില്ല ചായ കുടിച്ചിട്ട്. അപ്പോൾ നമ്മളിത് എറണാകുളത്തുനിന്ന് ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. നല്ലൊരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. സമയം 9:30 മണി. വേറെ എന്തായാലും എത്താൻ 1 മണിയാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കിയൊക്കെ വയ്ക്കാമെന്ന് കരുതി. ആക്ച്വലി ഇതെല്ലാം പൊളിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ മൈക്ക് ഓണല്ലായിരുന്നു. ഞാൻ ഒന്നുകൂടെ റീഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എടുത്ത സാധനങ്ങൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് ലക്നൗ ത്രെഡ് വർക്ക് ചുരിദാർ മെറ്റീരിയലാണ്. നല്ല കിടിലം സാധനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് കൂടുതൽ പീസസ് ഞാൻ ഇതെടുത്ത കേട്ടോ. ലക്നൗ ത്രെഡ് വർക്കിൽ വരുന്ന ലക്നൗ ചുരിദാർ മെറ്റീരിയലാണ്. കിടിലം സാധനമാണ്. കിടിലം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമായതുകൊണ്ട് അത് കുറച്ച് കൂടുതൽ എടുത്തു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ളത് നെറ്റ് കോട്ടയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ, അതും ഒരു സെറ്റ് എടുത്തു. ഇത് വേറൊരു ചുരിദാർ മെറ്റീരിയലാണ്. ഇതിൻ്റെ ഏറ്റവും ഭംഗി, ഇതിലൊരു ഷോള് വരുന്നുണ്ട്, ഓർഗാൻസ ഷോള്. ആ ഷോളിൻ്റെ ഭംഗി കണ്ടെടുത്ത ചുരിദാർ മെറ്റീരിയലാണിത്. ഇത്രയാണ് ചുരിദാർ മെറ്റീരിയലിൽ വരുന്നത്. പിന്നെ ഇത് നമ്മൾ ദീപചേച്ചിക്ക് കൊടുത്ത സെയിം ചുരിദാർ മെറ്റീരിയലിൻ്റെ 2 പീസ്. നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ബാംഗ്ലൂരിലുള്ള നമ്മൾ എടുക്കുന്ന അവരുമായിട്ട് ടൈപ്പുള്ളൊരു കടയിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ഫോട്ടോ കാണിച്ചു, ഈ സാധനം ഉണ്ടോ. കാരണം വസ്ത്രയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണിത്. മൾ കോട്ടണിൽ വരുന്ന പ്യോർ മൾ കോട്ടണിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലുള്ള ചുരിദാർ മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ കിട്ടിയിട്ടുണ്ട്. 2 പീസേ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് എൻക്വയറി വന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ബാന്തിനി കോട്ടണിൻ്റെ സാരി. ഇതും ഞാൻ ഫോട്ടോ കാണിച്ചപ്പോൾ ഇതിൻ്റെ ഒറ്റൊരു പീസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഒറ്റ പീസ് മാത്രം ഞാൻ അതിനെങ്കിൽ തൂക്കി കേട്ടോ. ഇതാണ് അതിലുള്ള ഒറ്റ പീസ് സാരി. അത് കഴിഞ്ഞ് സാരി, ഇതൊരു സാരിയാണ്. എല്ലാവരും കല്യാണ സാരികൾ, കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ സാരികളൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. പട്ടിൽ വരുന്ന സാരികൾ എടുത്തു. ഇതിലൊന്ന് ഞാൻ ദീപചേച്ചിക്ക് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല റെഡ് കളറ്. അത് കഴിഞ്ഞ് അതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് യെല്ലോ ബ്ലാക്ക് കളർ കോമ്പിനേഷൻ കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് യെല്ലോ ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു സാരി അമ്മയ്ക്കൂടെ കൊടുക്കാമെന്ന് കരുതിയാണ്. ഒരു സാരി അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്.
അതിൻ്റെയും ഒരു 5 സാരി ഉണ്ട്. കാരണം യെല്ലോ ബ്ലാക്ക് കളർ കോമ്പിനേഷൻ അത്രയും ഭംഗി, അത് കാണാൻ അത്രയും ഭംഗിയുള്ളതുകൊണ്ട് ആ സാരി എടുത്തു. ഇതൊരു നോർമൽ കാഷ്വൽ വെയർ മൾ കോട്ടൺ സാരി, ഇപ്പം കോളേജ് സ്റ്റുഡൻസ് അങ്ങനെയൊക്കെ ഉള്ള ടീനേജേഴ്സിന് പറ്റിയ ഒരു സാരിയാണത്. അത് കഴിഞ്ഞ് ഇത് ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ്. ഇതിലൊരെണ്ണം കള്ളിക്കാട് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ, കാരണം ഇത്രയും ഇതുള്ളത് എടുപ്പുള്ളത് അമ്മ ഉടുക്കുമെന്ന് അറിയത്തില്ല, ഉടുക്കുമെങ്കിൽ ഇതിലൊരെണ്ണം അമ്മയ്ക്ക് കൊടുക്കാൻ കരുതി. ഇത് ടിഷ്യൂ സിൽക്കിലെ സാരിയാണ്. ഇതും ഒരു സാരിയാട്ടോ, സിമ്പിളായിട്ടുള്ള ഒരു സാരിയാണത്. നമുക്ക് കല്യാണത്തിന് ഇതിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന, ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന വേറൊരു എന്തോ ഒരു സാരീൻ്റെയൊക്കെ പേര് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അതെല്ലാം ഇനി പഠിക്കണം കേട്ടോ. ഇതും ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി. ഇതാണ് സാരിയിൽ വരുന്നത്. ഇതെല്ലാം കോട്ട് സെറ്റ്. ഇത് 3 പീസാണ്, ചുരിദാർ സെറ്റാണ്. ഇതും 3 പീസ് ചുരിദാർ സെറ്റാണ്. ഇതിൽ ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല രസമുള്ള ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇത് ഹാൻഡ് വർക്ക് വരുന്ന, ത്രെഡ് വർക്കൊക്കെ വരുന്ന ഒരു 3 പീസ് ചുരിദാർ സെറ്റാണ്. ബാക്കി ഇതെല്ലാം കോട്ട് സെറ്റാട്ടോ. കുറച്ച് കോട്ട് സെറ്റുകൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കോട്ട് സെറ്റാണ്. ഇനി എറണാകുളത്ത് നിന്ന് എടുക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര ചീപ്പാണ് അങ്ങനെയൊന്നും പറയുന്നില്ല, ഒരുപാട് കളക്ഷൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ഓക്കെ, നമ്മളിങ്ങനെ ബാംഗ്ലൂർ പോയി എടുക്കുമ്പോൾ അത്രയും ദൂരം പോകണ്ട എന്നുള്ള ഒറ്റൊരിത് മാത്രമേ എറണാകുളത്ത് പോയി എടുക്കുന്നതിലൊരിതുള്ളൂ. പോകെ നമുക്ക് കളക്ഷൻസൊക്കെ കഴിയുമ്പോൾ അവരെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ കളക്ഷൻസൊക്കെ ഇട്ട് തരും. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് പോയി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ വന്നിട്ടേ കിടക്കത്തുള്ളൂ, ഇതെല്ലാം അടുക്കി പറക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.